ബി.ജെ.പി. നെട്ടയം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1-ന് വിവിധ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർഷക ദിനാചരണം നടത്തി. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. നെട്ടയത്ത് കോണം ജംഗ്ഷനിൽ നടന്ന പരിപാടി ബൂത്ത് പ്രസിഡന്റ് എം. വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് നടത്തുന്നതെന്നും സാധാരണക്കാരുടെ കൈകളിലേക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയാണെന്നും രാജ്യത്തിനെതിരെയുണ്ടായ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തക്കതായ മറുപടി നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു. നമുക്കറിയാം, ഒരു വലിയ മാറ്റമാണ് ഇന്ന് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുകൊണ്ടിരിക്കുന്നത്. കാരണം സമ്പദ് വ്യവസ്ഥയിലൊക്കെ 5-ാമതും 6-ാമതും 7-ാമതും ഒക്കെ കിടന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇന്ന് 5-ാം സ്ഥാനത്ത് എത്തിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി, കാരണം ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാറ്റം നടത്താതെ എല്ലാവർക്കും തുല്യമായി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ. നമുക്കറിയാം, 10-65 വർഷക്കാലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മുടെയൊക്കെ അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ നമുക്കോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും പഞ്ചായത്ത് തരുന്ന ആനുകൂല്യമല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ആനുകൂല്യങ്ങൾ പോലും നമ്മുടെ കൈകളിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയൊരു മാറ്റം. കാരണം എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഒപ്പം. ഒരുപക്ഷെ നമ്മൾ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വേണ്ടിയും എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം എല്ലാവർക്കും തുല്യമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം കിസാൻ സമ്മാന നിധിയിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് അവർക്ക് അവരുടെ വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള പഠന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വിവാഹങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പോസ്റ്റ് ഓഫീസ് വഴി സുകന്യ സമൃദ്ധി പദ്ധതിയിലൂടെ ഒരു നിശ്ചിത തുക നൽകിക്കഴിഞ്ഞാൽ അവർക്ക് ആ സാമ്പത്തിക സഹായം കിട്ടുന്നു. അതേപോലെ ഒരു മകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പുകൾ അടക്കം ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മാറ്റമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തുന്നത്. നമ്മുടെ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അത്രയേറെ പദ്ധതികൾ. നമുക്കറിയാം, ബാങ്ക് അക്കൗണ്ട് ആദ്യമായിട്ട് തന്നെ അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് നൽകി. കാരണം ആ ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയപ്പോൾ ഒട്ടനവധി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കളിയാക്കി. മോദി തന്റെ സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ട് എടുത്ത ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്ക് ഇടനിലക്കാരില്ലാതെ നമുക്ക് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഏത് സാമ്പത്തിക സഹായവും ആ സീറോ ബാലൻസിൽ അക്കൗണ്ട് എടുത്ത മുഴുവൻ ആൾക്കാരുടെയും അക്കൗണ്ടുകളിലേക്കാണ് നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഒരു പെൻഷൻ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും അതിനകത്തുനിന്ന് 100 രൂപ എടുക്കാൻ നോക്കും. പക്ഷേ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നേരിട്ട് ഇടനിലക്കാരില്ലാതെ നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഒരു വലിയ മാറ്റം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, ജില്ലാ കമ്മിറ്റി അംഗം സുമൻ ശ്രീനിവാസൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാലചന്ദ്രൻ പിള്ള, മഹിളാ മോർച്ച നേതാക്കളായ ചന്ദ്രലേഖ, സുജാത, മറ്റ് നേതാക്കളായ സജികുമാർ, അഞ്ജു അഭിലാഷ് മുതലായവർ സംസാരിച്ചു. ചടങ്ങിൽ കർഷകർ, SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവർ, മുൻ സൈനികർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.